ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻസിയിലെ നോമിനേഷനിൽ പെടാത്ത ഒരു വ്യക്തിയാണ് അനിമോൾ. അനിമോൾ ഈ പ്രാവശ്യം നോമിനേഷനിലോ ക്യാപ്റ്റനോ ആകുമെന്ന് നമ്മൾ ഒരു കാരണവശാലും കണക്ക് കൂട്ടിയില്ല. ഏതായാലും ഭാഗ്യമെന്ന് പറയട്ടെ, ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ അനിമോളുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 3 പേരെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതൊന്ന് ഫാബുമോനാണ്. 7 വോട്ടോളം നേടി ഫാബുമോൻ 1ാം സ്ഥാനത്ത് വന്നു. ടാസ്കിലെ പ്രകടനമാണ് ഫാബുവിൻ്റെ പേര് പറയാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് ആര്യനാണ്. ആര്യനെയും ടാസ്കിൻ്റെ പ്രകടനത്തിലാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ മികച്ച പ്രകടനം കാഴ്ചവെച്ച അനിമോളെ എല്ലാവരും പരാമർശിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവെച്ചപ്പം അനിമോളെ എല്ലാവരും മറന്നു എന്ന് എനിക്ക് തോന്നുന്നു. അനിമോൾക്ക് വെറും 3 വോട്ട് മാത്രമാണ് കിട്ടിയത്. ആര്യന് 4 വോട്ട് കിട്ടി. അങ്ങനെ ഏതായാലും 3 വോട്ടുമായിട്ട് 2 പേരാണ് എത്തിയത്. ഒന്ന് നോറയും മറ്റൊന്ന് അനിമോളുമാണ്. അതിൽ അനിമോളുടെ പേര് മറ്റുള്ളവരെല്ലാം കൂടെ തിരഞ്ഞെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അനിമോൾക്ക് പകരമായിട്ട് നോറയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ബെന്നിയോ അല്ലെങ്കിൽ നമ്മുടെ അക്ബറോ നെവിനോ ഒക്കെ ആണെങ്കിൽ നെവിനെ തിരഞ്ഞെടുത്തതിനെ 100% ഉറപ്പാണ്. അനിമോളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ. ഏതായാലും അനിമോളാണ് ഈ പ്രാവശ്യം നോമിനേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ആര്യനും ഫാബുമോനും അനിമോളും കൂടി ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കും.